ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ജെറി. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് കുറേ നാളത്തെ ആഗ്രഹം അല്ല കൊച്ചി വാട്ടർ മെട്രോയിൽ പോകണമെന്നൊക്കെ. അപ്പോൾ ഞാനും പപ്പ ഓർത്തു ഓക്കെ അപ്പോൾ പറഞ്ഞല്ലേ കൊണ്ടുപോയേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചായിരിക്കും. അപ്പോൾ അങ്ങനെ രാവിലെ 8:05 ട്രെയിന്. അപ്പം നമ്മൾ ഇവിടുന്ന് അത്യാവശ്യം എന്തായാലും നേരത്തെ വന്നു. ചങ്ങനാശ്ശേരി നിന്നാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 2.5 മണിക്കൂർ ആണ്. എറണാകുളം ജംഗ്ഷനിലാണ് ഇറങ്ങിയത്. അപ്പം ട്രെയിനാണെങ്കിൽ വളരെ നേരത്തെ ആയിരുന്നു എത്തിയത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. അവിടെ നിന്ന് കഴിക്കാമെന്ന് വെച്ചു. അത് കഴിഞ്ഞ് ബാക്കിയിടത്തോട്ട് പോകാമെന്ന് വെച്ചു. ഞങ്ങൾ കഴിച്ചത് പപ്പയും മമ്മിയും ദോശയും ഞാൻ പാലപ്പമായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മെട്രോ, സൗത്ത് മെട്രോ. ഇവിടെ നിന്ന് നേരെ കയറി വൈറ്റില ഇറങ്ങിയിട്ടാണ് അവിടുന്ന് വാട്ടർ മെട്രോയ്ക്ക് പോകാൻ തീരുമാനിച്ചത്. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല, തിരക്ക് ഭയങ്കര കുറവായിരുന്നു. പറമ്പേന്ന് തിരക്കൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ടിക്കറ്റ് എടുത്ത് വൈറ്റില ടു കാക്കനാട്, ആ റൂട്ടേ ഉള്ളൂ അങ്ങോട്ട്. അപ്പം തിരിച്ചും അവിടെ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. കാക്കനാട് ടു വൈറ്റില. വാട്ടർ മെട്രോ തുടങ്ങിയിട്ട് അധികം നാളായില്ല, പക്ഷേ നല്ല രസമായിരുന്നു. കാരണം നമുക്ക് ഫുൾ കൊച്ചി ഇതിൽ കൂടെ കാണാമായിരുന്നു. നമ്മൾ കാണാത്ത പല സ്ഥലവും ഫുൾ നേച്ചർ ഫ്രണ്ട്ലി. അപ്പുറത്തും ഇപ്പുറത്തും കുറേ ഗ്രീനറി. നമ്മൾ കാണാത്തൊരു കൊച്ചിയായിരുന്നു ഇത് കണ്ടത്. നമ്മളിപ്പോൾ പോകുമ്പോൾ സിറ്റി ലൈഫായിരുന്നു മൊത്തം കണ്ടുകൊണ്ടിരുന്നത്, ലുലു മാളും എല്ലാം. പക്ഷേ ഇത് വളരെ നല്ലൊരു അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വൈറ്റിലയിൽ തന്നെ തിരിച്ചെത്തി. അത് കറക്റ്റ് ഉച്ചയായിരുന്നു. അപ്പം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അടുത്ത പ്ലാൻ ചെയ്തത് ഹൈക്കോർട്ട് ജംഗ്ഷൻ, അവിടെ അടുത്ത വാട്ടർ മെട്രോ ഉണ്ട്. അപ്പം അവിടുന്ന് പോകാനായിരുന്നു. അവിടുന്ന് ഹൈക്കോർട്ട് ടു വൈപ്പിൻ, അതായിരുന്നു ഞങ്ങളുടെ അടുത്ത പ്ലാൻ. അപ്പം ഫുഡൊക്കെ കഴിച്ച് നേരെ നമ്മൾ
കറക്റ്റ് ഉച്ചയായിരുന്നു, നല്ല ചൂടുമായിരുന്നു. ബസ് കയറി ഹൈക്കോർട്ടിൽ ഇറങ്ങി കഴിയുമ്പം സൈഡിൽ കൂടെ പോകുന്ന സമയത്ത് കുറേ കുലുക്കിക്കടകൾ കണ്ടു. അപ്പോൾ അമ്മയ്ക്കൊരു കുലുക്കി വേണമെന്ന് തന്നെ നിർബന്ധം. ഞങ്ങൾ ബൂസ്റ്റ് കുലുക്കി അങ്ങ് ഓർഡർ ചെയ്തു. വെക്കേഷൻ ടൈം കൊണ്ട് നല്ല തിരക്കായിരുന്നു. നമ്മൾ ഒരു മണിക്കൂറോളം നിന്നു ടിക്കറ്റ് കിട്ടാൻ വേണ്ടി. ഇവിടുന്ന് 2 ബോട്ടായിരുന്നു വൈപ്പിനിലോട്ട് സർവീസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോ ആൾക്കാരെയും കയറി കഴിഞ്ഞ് മെല്ലെയായിരുന്നു ഞങ്ങളെ കെട്ടിക്കൊണ്ടിരുന്നത്. എനിക്ക് പേഴ്സണലി ഹൈക്കോർട്ട് വൈപ്പിൻ റൂട്ടാണ് ഇച്ചിരി കൂടെ ഇഷ്ടപ്പെട്ടത്. നല്ല അടിപൊളി സീനറി ആയിരുന്നു. കുറേ ബോട്ടുകൾ, കുറേ കണ്ടെയ്നറുകൾ. ഈ പ്രാവശ്യം ബോട്ടിന് ഇച്ചിരി കൂടെ സ്പീഡ് കൂടി ഉള്ള പോലെ തോന്നി. അങ്ങനെ ഞങ്ങൾ വൈപ്പിനിലെത്തി. ഇനിയിപ്പം ഞങ്ങൾക്ക് പോകേണ്ട റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. ട്രെയിനാണെങ്കിൽ 6:08 അപ്പോൾ ഇവിടുന്ന് ബസ് കയറി നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ടായിരുന്നു പോയത്. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. 8 ആവുമെന്ന് ഓർത്തു. പക്ഷേ എന്തായാലും കറക്റ്റ് ടൈമിൽ ട്രെയിനും കിട്ടി. ഇവിടെ നിന്നായതുകൊണ്ട് വലിയ തിരക്കും ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാം പോയി കറങ്ങി, നല്ല ക്ഷീണം. സമയം ഇപ്പം 8:20. നല്ല വിശപ്പുണ്ട്, കഴിക്കണം. ഉച്ചയ്ക്കത്തെ ഫുഡ് അങ്ങോട്ട് ശരിയായില്ല. അപ്പോൾ അമ്മേനെ എന്നെ പപ്പയും കൂടെ ഹാപ്പിയാക്കി. ട്രിപ്പ് ഓവറോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ അടുത്ത പുതിയ വീഡിയോ ആയി ഞാൻ വരുന്നതായിരിക്കും. ഇതുവരേക്കും ബൈ.